കോട്ടയം തിരുവാതിക്കൽ വിജയകുമാർ മീര വൃദ്ധ ദമ്പതികൾ അവര് ക്രൂരമായിട്ട് കൊല്ലപ്പെട്ടു. കോടാലിക്കിരയായി. ആസാം സ്വദേശിയായ അമിത് തുറാങ് എന്ന് പറയുന്ന ഒരു നെത്തോലിയായ ഒരു പയ്യനാണ് കൊന്നത്. അപ്പൊ ഇതിന്റെ പിന്നില് യവൻ മാത്രം എന്തായാലും ഇങ്ങനെ ചെയ്യൂല. ഇതിന്റെ പിന്നില് തക്കതായ കുറെ എണ്ണം കാണും. ഈ മോന്റെ കേസുമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് 2017 കണ്ട നടന്ന കേസാണ്. ഇതുപോലെ കാറിനകത്ത് വെച്ച് മകനെ കൊന്ന് അതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കവേ പോലീസ് അന്വേഷണത്തിൽ തൃപ്തികരമല്ലാത്തത് കൊണ്ട് CBI കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വൃദ്ധ ദമ്പതികളെ കൊല്ലുന്നത്. പക്ഷേ ഈ അസാം സ്വദേശിയായ അമിത്തിനെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ കാരണം ഇത് കുറച്ച് കാര്യങ്ങൾ ഈ അമിത്തിനെ കൊണ്ട് ഈ ബാക്കിൽ നിന്നും ചെയ്യിക്കുന്നു. ഇനി ആരാണിത്, ഇനി ബന്ധുക്കാരാണോ എന്നൊന്നും അറിയാൻ പറ്റൂല. ഇതിന്റെ പിന്നിൽ ആരോ തക്കതായിട്ട് കളിച്ചിട്ടുണ്ട്. ഈ അമിത്തിനെ വരുത്തിയതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വിജയകുമാറിന്റെ ഫോൺ മോഷ്ടിക്കാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൻ അതുപോലെ കേട്ട് ഈ ഫോൺ മോഷ്ടിച്ചതിന് ശേഷം അവന്റെ ഭാര്യയും കൊണ്ടാണ് വരണത്. ഭാര്യയ്ക്കും അവിടെ ജോലി കൊടുത്തു. വിജയകുമാറിന്റെയും മീരയുടെയും വീട്ടിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു ഇവരെ രണ്ടുപേരെയും കരുതിയിരുന്നത്. എല്ലാ സ്വാതന്ത്ര്യങ്ങളും കൊടുത്താണ് അവിടെ നിർത്തിയത്. ആദ്യമൊന്നും ഒരു പ്രശ്നമില്ല. കുറച്ച് നാളങ്ങോട്ട് ഒരുപാട് നാളൊന്നും നിന്നതുമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഫോൺ മോഷ്ടിക്കണത്. അപ്പോൾ ഇതിന് എല്ലാം പറഞ്ഞു വിട്ട് ചെയ്യിച്ചതായിരിക്കും എന്നാണ് തോന്നുന്നത്. പണം മൊത്തവും എത്ര ലക്ഷങ്ങൾ എടുത്തെന്ന് പറയുന്നു. ലക്ഷങ്ങൾ അങ്ങാക്കി ഇതിനെപ്പറ്റി തർക്കമായി. പോലീസിൽ കേസ് കൊടുത്ത് ഇവനെ 5 മാസം അവിടെ പിടിച്ചോണ്ടിട്ടിരുന്നു. അതിൻ്റെ ഇടയിൽ 5 മാസം കിടന്നിട്ട് ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പിന്നെ വിജയകുമാർ അവിടെ ജോലിക്ക് കയറ്റിയില്ല. ഇവനെ കേസിൽ പ്രതി ആയതുകൊണ്ട് ഭാര്യ പിണങ്ങിപ്പോയി എന്നൊക്കെയാണ് ഇപ്പൊ പറയണത്. അവൻ പോലീസിന് മൊഴി കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു, ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പിണങ്ങിപ്പോയി, ഞാൻ അതുകൊണ്ടൊക്കെയാണ് ഞാൻ കൊന്നത്. എടാ അമിട്ടെ, നിന്നെ തല്ലി കൊല്ലണോടാ അമിട്ടെ. ജോലിക്ക് കയറ്റാതിരുന്നപ്പോൾ യവൻ വന്ന് വീണ്ടും പ്രശ്നങ്ങളാക്കി എന്നാണ് പറയുന്നത്. അപ്പം ഈ പ്രശ്നങ്ങളാക്കി അതിൻ്റെ വൈരാഗ്യം കൊണ്ടാണ് കൊന്നത്. അതെന്തേരി, ഇതിൻ്റെ ഒന്നും വലിയ പ്രശ്നങ്ങളായിട്ട് ആരും കൊല്ലണില്ലല്ലോ. അപ്പോഴവിടെ ഒരു ദുരൂഹത ഉണ്ട്. 100% ഉറപ്പാണ്. ഇതിൻ്റെ പിന്നിൽ നിന്ന് മകനെ കൊല്ലിച്ചതിന് ഒരു ഗ്യാങ് തന്നെ ഉണ്ട്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കും എന്ന് CBI അന്വേഷിച്ച് കണ്ടുപിടിക്കും എന്നായപ്പോഴാണ് തട്ടാൻ പറഞ്ഞത്. പക്ഷെ അവൻ പറയുന്നില്ല ആരാണ് ഇതിൻ്റെ പിന്നിൽ ചെയ്യിക്കണേന്ന് പറയുന്നില്ല. ഇവനിവിടെ ജോലിക്ക് സത്യം പറഞ്ഞാൽ ജോലിക്ക് കയറ്റാൻ തന്നെ ഈ വിജയകുമാർ ആയിരിക്കൂല. ഇതിൻ്റെ പിന്നിൽ ആരോ കാണും. ഇനിയിപ്പോൾ എന്തേലും പറഞ്ഞാലും ഇവർ രണ്ടുപേരും മരിച്ചല്ലോ. കോടാലിക്ക് വെട്ടി പൊളർന്ന് പല ഇതാക്കി ആ മുഖം നഗ്നമാക്കി കിടത്തി യമൻ എത്രത്തോളം ക്രൂരമായിട്ട് ചെയ്തെന്ന് ഇതിൽ വെച്ച് മനസ്സിലാക്കണം. അവനെ അതുപോലെ തൂക്കിക്കൊല്ലണം. യമനെ ഇറക്കി വിടരുത്. ഈ ക്രിമിനലിനെ ഇറക്കി വിട്ട നാട്ടുകാർ കൊല്ലണം. ഇതാണ് ചെയ്യാനുള്ളത്. ഇപ്പൊ ഇവരെ കുറിച്ച് വിജയകുമാറിനെ കുറിച്ചും മീരയെ കുറിച്ചും പറയുന്നുണ്ട്. കൂറ്റ മതിലാണ്, ഭയങ്കരമായ മതിൽ. ആ മതിൽക്കെട്ടിനകത്ത് എന്ത് നടന്നാലും അറിയൂല. സെക്യൂരിറ്റിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഈ സെക്യൂരിറ്റിയൊക്കെ എവിടെ പോയി കിടന്ന്? കേറ്റു വാച്ചർ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് എവിടെ പോയി കിടന്ന്? വേലക്കാർ വന്നപ്പോഴാണ് കണ്ട്. പിന്നെ വാച്ച്മാൻ്റെ അടുത്ത് പറഞ്ഞാണ് വിളിച്ചപ്പോൾ വാച്ച്മാൻ പറഞ്ഞെന്ന് എന്തോ ഇപ്പോഴൊന്നും എഴുതിച്ചില്ല. അപ്പം അതിലൊക്കെ ഒരു ദുരൂഹതയുണ്ട്. CCTVയുടെ ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഇവൻ എന്തോന്ന് ഇത് ബുദ്ധിപൂർവ്വം ഇതെല്ലാം എടുത്ത് മാറ്റി മൊബൈലുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരുന്ന CCTVയുടെ ഹാർഡ് ഡിസ്ക് ഒക്കെ അടിച്ചു മാറ്റി എല്ലാം നശിപ്പിച്ച്. ഇവൻ എന്തിന് നശിപ്പിച്ച്? ഇവന് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു മൊബൈലിൻ്റെ പ്രശ്നം പറഞ്ഞ് ജോലി കൊടുത്തില്ല, പിരിച്ചുവിട്ടിട്ട് പിന്നെ വന്ന് പ്രശ്നം ഉണ്ടാക്കി എൻ്റെ ഭാര്യ പിണങ്ങിപ്പോയി. അങ്ങനെ അങ്ങ് ചെയ്യുമോ ആരെങ്കിലും? അങ്ങനെ ഒരു കൊലപാതകം ചെയ്യുമോ? ഇതല്ലെങ്കിൽ എനിക്ക് വേറെ ജോലി നോക്കൂന്ന് പറഞ്ഞല്ലേ പോവുള്ളൂ. ഇതിൽ വെച്ച് മനസ്സിലാക്കി ഇത് ആരോ പറഞ്ഞു വിട്ടതാണ്. ഇവരെ ഉയർച്ച കണ്ട് അസൂയപ്പെടുന്ന ആരോ ആണ് ഇത് ചെയ്യിച്ചത്. ഇവർക്ക് നല്ല പണമാണ്. 5000 സ്ക്വയർ ഫീറ്റിന് മുകളിലോട്ടുള്ളൊരു വീട് കാണുമ്പോൾ തന്നെ അറിയാം കൊട്ടാരം കണക്കങ്ങ് കിടക്കുകയാണ്.
ആ കണക്കിനുള്ളത്. മതിലുകൾ ജയില് മതിലുകളെക്കാട്ടിയും കഷ്ടം ആ കണക്കിനാണ് ഇരിക്കണം മതിലുകൾ. അപ്പം യവ എങ്ങനെ ചാടിക്കേറി? യവ ഒറ്റയ്ക്ക് തന്നെയാണ് വരണ. ഇതൊക്കെ ഉണ്ട്. ആ ഓട്ടോക്കാരൻ പറയുന്നുണ്ട് ആ ഒറ്റയ്ക്കാണ് ഓട്ടോയിൽ കയറി വന്ന് ഈ വീട്ടിൻ്റെ അവിടെ ഇറങ്ങണമെന്ന് ഇറങ്ങി. പക്ഷെ ഓട്ടോക്കാരൻ അറിഞ്ഞൂടല്ലോ എന്തിനാണ് അവൻ വരണമെന്ന് അറിയാൻ പറ്റണില്ല. ഇത് ഒരു കൊലയാളി വന്നിട്ട് നഗ്നമായിട്ട് കിടത്തി ഒരുത്തൻ വന്ന് അവനിതെല്ലാം ഒരു സാധനം അവൻ കയ്യിൽ വെച്ചോണ്ടല്ല വന്ന. ആയുധങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാം ആ വീട്ടിൽ വന്ന് കൃത്യമായിട്ട് അറിയാം അവൻ എവിടെയാണ് വെച്ചേക്കണത് എന്നൊക്കെ അറിയാം ഓരോ സാധനം. പക്ഷെ സ്വർണവും പണവും ഒന്നും അവൻ എടുത്തില്ല. എവരെ തട്ടാനാണ് എന്ന് പറഞ്ഞാൽ മോൻ്റെ കൊലയാളികളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ വിജയകുമാറും മീരയും നടത്തിയ പോരാട്ടത്തിൽ അവർ വിജയിച്ച് അറ്റം വരെ എത്തി നിൽക്കുമ്പോഴാണ് ഈ കൊലപാതകം. അപ്പം ഇതിൻ്റെ പിന്നിലെ കൊലയാളികൾ പിന്നിൽ നിന്നും കളിക്കുന്നു. ഇതാണ് സത്യം. 2 ജീവനുകൾ ഈ കോടാലിക്ക് വെട്ടിക്കീറുമ്പോൾ എന്തുമാത്രം പിടച്ചിട്ടുണ്ട് അവർ. ക്രൂരതകൾ ചെയ്യാൻ യവൻ എങ്ങനെ തോന്നണം? ഈ നെത്തോലിയായ യവനെ കൊണ്ട് എങ്ങനെ ഈ മതിൽ ചാടിക്കയറാൻ ഒക്കും? അതോ ഇനി ഗേറ്റ് തുറന്നു കൊടുക്കാൻ ആളുണ്ടായിരുന്നു? മിക്കവാറും ഗേറ്റ് തുറന്നു കൊടുക്കാൻ ആളുണ്ടായിരുന്നു. അപ്പം നല്ല ഒരു അന്വേഷണം വേണം. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ്. വെളിയിൽ നിന്ന് വന്ന് 10,000 ക്യാമറയോളം ഉണ്ടെന്നാണ് പറയണത്. CCTV ക്യാമറ 10,000 എണ്ണം ഉണ്ടെന്ന് മതിൽ തോറും വെച്ചിരിക്കുകയാണ്. അതുപോലെ മുറ്റത്ത്, വീട്ടിനകത്ത്, വെളിയിൽ 10,000 CCTV ക്യാമറ ഉള്ള ഒരു വീടാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട സാധനം അടിച്ചു മാറ്റി. അപ്പം യവൻ ഇത്ര അറിയാമെന്നുള്ളത് കൊണ്ടാണ് യവനത് അടിച്ചു മാറ്റിയത്. അത് നശിപ്പിച്ച്. ഇല്ലെങ്കിൽ ആ ഗേറ്റിൻ്റെ അവിടെ വരുമ്പോൾ തന്നെ ഇവരെ വീട്ടിനകത്ത് ആരാണ് വരണത്, റിമോട്ടറെല്ലാം ഉണ്ട്. ഇവർക്ക് അറിയാൻ കഴിയും. എല്ലാ കാര്യവും ഗേറ്റിൻ്റെ അവിടെ വരുമ്പോൾ തന്നെ ഇതാരെ മുഖമാണ് എന്നെല്ലാം അറിയാൻ പറ്റും. CCTVയുടെ ഹാർഡ് ഡിസ്ക് അപ്രത്യക്ഷമായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചിട്ട് മാത്രമേ ഒരു പ്രതിയെ ഉള്ളൂ എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ പാടും. അങ്ങനെ ഒരു പ്രതിക്ക് മാത്രം സാധിക്കുന്നതാണോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. മകന്റെ മരണമുണ്ട്, അതുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ? അല്ലെങ്കിൽ CBI അന്വേഷണം തുടങ്ങിയിട്ട് ഏതാനും ആഴ്ചകളെ ആയിട്ടുള്ളൂ. അപ്പൊ അതിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും ഇവരുടെ കയ്യിൽ ഉണ്ടോ? ഇങ്ങനെ നമ്മൾ വിചാരിക്കും പോലുള്ള ഒരു കേസ് അല്ലത്. വളരെ മനസ്സിലായി. അതായത് ഈ പ്രതിക്ക് തന്നെ ഇത് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു സംശയത്തിലേക്ക് അല്ല, പ്രതിക്ക് തന്നെ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. പ്രതി അതിന് തരുന്ന വിശദീകരണങ്ങൾ എന്താ അന്വേഷണ ഉദ്യോഗസ്ഥർ ബോധ്യപ്പെട്ട് അവർക്ക് ആ രീതിയിൽ നടത്താൻ സാധിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് കണക്കേണ്ടതുള്ളൂ. അതല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ ഉണ്ടോ എന്ന് സംശയിക്കാം. കാരണം CCTVയുടെ ഫുട്ടേജ് ഹാർഡ് ഡിസ്ക് മറ്റൊക്കെ മാറ്റിയിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? അയാൾ തന്നെയാണ് ചെയ്തതെന്ന് അയാൾക്ക് പറയാനുണ്ട് എങ്കിൽ അത് കാണിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ അയാൾ തന്നെയാണ് ചെയ്തതെങ്കിൽ പോലും അയാൾ ജയിൽവാസം കഴിഞ്ഞ് വന്ന ഒരു പ്രതിയാണ്, അന്യ സംസ്ഥാനത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു തൊഴിലാളിയാണ്. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും അതിൽ വിശദമായിട്ട് നോക്കണം. കാരണം ഇതിന്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? പ്രത്യക്ഷത്തിൽ എല്ലാവരും അയൽവാസികളും കൗൺസിലറും മറ്റ് അവരെ അറിയാവുന്ന പൊതുപ്രവർത്തകരും എല്ലാം അവർക്ക് ശത്രുക്കളൊന്നുമില്ല. ഇവര് നാട്ടിലും എല്ലാ സമൂഹത്തിലെല്ലാം നല്ല ആൾക്കാരായിട്ട് തന്നെ ജീവിക്കുന്ന ആളുകളെന്ന് പറയുന്നു. പിന്നെ എന്തിനാണ് അവരെ കൊലപ്പെടുത്തുന്നത്? ഇവന്മാര് ഒരേ ഈ കോടാലി കൊണ്ട് നമ്മളിപ്പോൾ വിറക് വെട്ടിക്കീറി അടുപ്പിൽ വെക്കൂലേ, അതേ കണക്കാണെന്ന് പോയി നിന്നങ്ങ് വെട്ടിയിടണത്. അതുപോലെ കാലകയ്യ വെട്ടിയിടണം. എങ്കിൽ മാത്രമേ അവന്മാർ പഠിക്കുള്ളൂ. ഇവിടെ നിന്ന് ഇപ്പം ഇറങ്ങി വരും. അവിടെ കിടന്ന് നിലവിളി പോലീസ് പിടിച്ചോണ്ട്, എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു, അത് അബോർഷനായി പോയേ, എന്നെ രക്ഷിക്കണേ. അയ്യോ.